ഹായ്, ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. നമ്മൾ ഫോം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫോർ സ്റ്റേജസ് അത് ഞാൻ പറഞ്ഞു. ഫോർമേഷൻ ചെയ്യുമ്പം പ്രൊമോഷൻ വേണം, രജിസ്ട്രേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ വേണം, രണ്ടാമത് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ വേണം, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് വേണം. ഓക്കെ, പുതിയ രീതിയിലുള്ള ഫോർമേഷൻസ് എങ്ങനെയാണ് ഞങ്ങൾ ഓർക്കുന്നത്? MCA അനുസരിച്ച് MCAയുടെ വെബ്സൈറ്റിൽ ചെല്ലുക. അതിനകത്ത് സ്പൈസ് പ്ലസ് എന്ന് പറയുന്ന പുതിയൊരു മോഡ് ഓഫ് ഫോർമേഷൻ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ദാറ്റ് വുഡ് ബി പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ കാണും. പാർട്ട് എ പ്രൊസീജിയർ കഴിയുമ്പോഴത്തേനും പാർട്ട് ബി പ്രൊസീജിയറിലേക്ക് പോകുന്നു. ഓക്കെ, അത് സ്പൈസ് പ്ലസ് എന്ന് പറയുന്ന പ്രൊസീജിയർ, അതാണ് നിലവിൽ ദ ലേറ്റസ്റ്റ്. ഓക്കെ, ഇനി അതെന്നാ വന്നത്? ഫെബ്രുവരി 23, 2020 വന്നതാണ്. സ്പൈസ് എന്ന് പറയുന്നതാണ് അതിന് മുന്നേ ഉള്ളത്. Now, what are the stages of formation of a company? എന്തൊക്കെ സ്റ്റേജസ് ആണ്? ആദ്യം ഒരു പ്രൊമോട്ടർ കാണും. ആ പ്രൊമോട്ടർ വളരെ നന്നായിട്ട് സിൻസിയറായിട്ട് ഇത് മൂടുന്നു. അതിനു വേണ്ടി പ്രൊമോഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഹി മേക്സ് എ ഫീസിബിലിറ്റി സ്റ്റഡി, ഹി മേക്സ് എ മാർക്കറ്റ് സ്റ്റഡി ആൻഡ് ദ ആക്ടിവിറ്റി വിച്ച് ഇസ് ഗുഡ് ഫോർ ടേക്കിംഗ് ഔട്ട് ദ ബിസിനസ്, അതെല്ലാം നിശ്ചയിക്കുന്നത് പ്രൊമോട്ടറാണ്. ഓക്കെ, ഇനി ഫോർമേഷൻ ഓഫ് എ കമ്പനിയെക്കുറിച്ച് നമ്മൾ പറയുക. A company comes into existence only through the effort of several persons acting at the backstage. Backstage കുറച്ച് persons അവിടെ act ചെയ്യും. What do they act? The persons behind the formation of the company. Number one, they decide whether the company should be a public company ആണോ, private company ആണോ, what business should the company undertake, okay, how the capital is to be raised, who all should manage the business, okay, of the company. അങ്ങനെ innumerable things ഉണ്ട്. അതെല്ലാം they have to undergo, they have to find some solutions for it. എന്നിട്ടാണ് ആ ഏരിയാസ് എല്ലാം, those areas are taken by a group of individuals who act on behalf of the formation of the company. They are generally named as promoters. Now, they do the entire necessary preliminary work which is incidental to the formation of a കമ്പനി. ഇപ്പോൾ പ്രിലിമിനറി വർക്ക്സ് എല്ലാം ചെയ്യും. ഓക്കെ, ഫോർമേഷൻ ഓഫ് എ കമ്പനിക്ക് വേണ്ടിയുള്ള പ്രിലിമിനറി വർക്ക്സ് എല്ലാം ചെയ്യുന്ന ആരാണ്? ഒരു സെക്കൻഡ്. പ്രിലിമിനറി വർക്ക്സ് എല്ലാം ആരാണ് ചെയ്യുന്നത്? എല്ലാം പ്രൊമോട്ടറാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രൊമോട്ടർ ചെയ്യുന്നത്? പ്രൊമോഷൻ ഓഫ് വർക്ക്സ് ചെയ്യും. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയെ ഏത് രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജാണ് രജിസ്ട്രേഷൻ ഓഫ് ഓർ ഇൻകോർപ്പറേഷൻ. അതിനു വേണ്ടി നെയിം കണ്ടെത്തുക. ആ നെയിം കണ്ടെത്തി കഴിഞ്ഞാൽ നെയിം അവൈലബിൾ ആണെന്ന് നോക്കുക. ഈ സ്റ്റേജസൊക്കെയാണ് ഇൻകോർപ്പറേഷൻ്റെ സ്റ്റേജസ്. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് നേരത്തെയുള്ള വീഡിയോയും കൂടെ ഞങ്ങൾ വാച്ച് ചെയ്യണം. ബിക്കോസ് അതിനകത്ത് പ്രത്യേകമായിട്ട് ഞാൻ ആ ഫോർമേഷനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. Now, the following stages are for the formation of a company. They are promotion is എന്തൊക്കെയാണ്? They make a market study and they make which activity is suitable for the business, how it is possibility of establishing the firm, റൈസിങ് ഓഫ് ദ ക്യാപിറ്റൽ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ പ്രൊമോഷനിൽ ഉൾപ്പെടും. ഇനി പിന്നെ രജിസ്ട്രേഷൻ ഇൻകോർപ്പറേഷൻ, MCA വഴി നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ റൈസിങ് ഓഫ് ക്യാപിറ്റൽ, അതായത് 1 lakh വേണം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ, പബ്ലിക് ആണെങ്കിൽ 5 lakh വേണം. അതെല്ലാം കൃത്യമായിട്ട് കമ്പനീസിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിനകത്ത് ആ രൂപ ഉണ്ട് എന്ന് കാണിക്കണം. ഓക്കെ, പിന്നെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, അത് ഒരു 4th സ്റ്റേജാണ്. ആ സ്റ്റേജ് ഇസ് ഓൺലി ഫോർ ദ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം പോരാ, ദേ നീഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും കൂടെ കിട്ടാതെ ഒരിക്കലും പബ്ലിക് കമ്പനിക്ക് നിലവിൽ വരാൻ സാധിക്കുകയില്ല. ഓക്കെ, അതാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ബോഡി കോർപ്പറേറ്റ്. ഓക്കെ, എന്താണ് ബോഡി കോർപ്പറേറ്റ്? ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു വൈഡ് കോൺസെപ്റ്റാണ്. കുറേ അധികം അതിൻ്റെ മേലെ എന്താ പറയുന്നത്, there are so many talks what is body corporate എന്നുള്ളത്. Let's see what is written here. ഇതല്ലാതെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം.
Body corporate broadly means a corporate entity which has legal existence. Okay, the 2013 Act defines the expression in the following words: body corporate or a corporation includes a company incorporated outside India and does not include number one, a corporate society registered under any law relating to corporate societies or any other body corporate not being a company under this act, okay, which the central government may by notification specify in its behalf. For section 211 ആണ് കമ്പനീസ് ആക്ട് 2013 ബോഡി കോർപ്പറേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്, കമ്പനീസ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് അവർ പറയുന്നത്. പക്ഷേ ബോഡി കോർപ്പറേറ്റ്സ് എന്ന് വെച്ചാൽ അതിനകത്ത് പ്രൈവറ്റ് ആകാം, പബ്ലിക് ആകാം, ഫോറിൻ കമ്പനി ആകാം, 1% കമ്പനി ആകാം, എല്ലാം ബോഡി കോർപ്പറേറ്റ്സ് ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: all companies are body corporates. Okay, but all body corporates are not companies. മനസ്സിലായോ? എല്ലാ കമ്പനികളും ബോഡി കോർപ്പറേറ്റ് ആണ്, പക്ഷേ എല്ലാ ബോഡി കോർപ്പറേറ്റും കമ്പനികളാവണമെന്നില്ല. വൈ ഇസ് ഇറ്റ് സോ? പറഞ്ഞിട്ട് ലൈക്ക് കമ്പനീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ റിലയൻസ്, ടാറ്റ കൺസൾട്ടൻസി, ദീസ് ആർ ഓൾ ബീങ് ഫോംഡ് ഇൻ ഇന്ത്യ അല്ലേ? ദേ ആർ കൺസിഡേർഡ് ആസ് കമ്പനീസ്. പക്ഷേ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ലൈക്ക് സാംസങ്, ആപ്പിൾ, ദീസ് ഓൾ ആർ ഫോംഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ദേ ആർ ഫോറിൻ കമ്പനീസ്, ബട്ട് ദേ ആർ കൺസിഡേർഡ് ഇൻ അവർ ഇന്ത്യ ആസ് എ ബോഡി കോർപ്പറേറ്റ് ബിക്കോസ് അവരെ ഒരിക്കലും കമ്പനി എന്നുള്ള ഇതിലല്ല കാണുന്നത്. ദേ ആർ കൺസിഡേർഡ് ആസ് എ ബോഡി കോർപ്പറേറ്റ്. എന്തുകൊണ്ടാണ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്? because എല്ലാ ഇയർലിയും they have to undergo the annual general meeting. After the meeting they have to minute it. അപ്പോൾ മിനിറ്റ്സ് എല്ലാം സൂക്ഷിക്കണം. പിന്നെന്താണ് അങ്ങനത്തെ ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ കമ്പനി ഹാസ് എ ഡിഫറെൻറ്റ് എക്സിസ്റ്റൻസ്. അത് കമ്പനികളിലും ഉണ്ട്. പക്ഷേ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസും കാര്യങ്ങളും എല്ലാം അറിയുകയും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ഫോർ എക്സാമ്പിൾ 1% കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, പക്ഷേ അതിനെ ഒരു ബോഡി കോർപ്പറേറ്റ് എന്നൊരു തലത്തിൽ ചിന്തിക്കണമെന്നില്ല. ബിക്കോസ് അതിന് ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. സോ അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ വിളിച്ചു കൂട്ടാൻ ആളൊന്നും ഇല്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ. അപ്പം ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് കമ്പൽസറി ദാറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം, ഇന്ന സ്ഥലത്ത് നോട്ടീസ് അയക്കണം. ആർക്ക് നോട്ടീസ് അയക്കാൻ? അപ്പം അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ 1% കമ്പനിക്ക് ആവശ്യമില്ലാന്നല്ല, they have to submit their financial accounting at the end of each year, but it doesn't mean that they have to conduct the annual general meeting ഒന്നും കണ്ടക്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം 1% ആണല്ലോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ കനോട്ട് ബി ഷെയർ ഹോൾഡേഴ്സ് ഒന്നും അങ്ങനെ ഇല്ലെങ്കിൽ ദേ കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയണമെന്നില്ല. എന്ന് വെച്ചാൽ അത് വളരെ വലുതായി കഴിയുമ്പോൾ they can be considered as a body corporate. All are body corporates. Okay, എല്ലാ കമ്പനികളും ബോഡി കോർപ്പറേറ്റ് ആണ്, പക്ഷേ എല്ലാ ബോഡി കോർപ്പറേറ്റുകളും കമ്പനികളാകണമെന്നില്ല. കമ്പനി എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഈ 1% കമ്പനി എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അവർക്ക് എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഇതുപോലെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നില്ല. അപ്പം ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ ഉറപ്പായും കണ്ടക്ട് ചെയ്താലേ കഴിയത്തുള്ളൂ. ബിക്കോസ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആർ മെനി, ഹ്യൂജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പം ഒരിക്കലും അവർക്കത് കണ്ടക്ട് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതാണ് ബോഡി കോർപ്പറേറ്റും കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായാലും ബോഡി കോർപ്പറേറ്റിനകത്ത് പ്രൈവറ്റ് ആകാം, പബ്ലിക് ആകാം, സ്മോൾ കമ്പനി ആകാം, ഫോറിൻ കമ്പനി ആകാം, എല്ലാം ആകാം. പക്ഷേ യൂഷ്വലി ഫോറിൻ കമ്പനീസ് ആർ ബോഡി കോർപ്പറേറ്റ്സ്. ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള കമ്പനീസാണ് കൺസിഡേർഡ് ആസ് എ ബോഡി കോർപ്പറേറ്റ്. വൈഡർ കോൺസെപ്റ്റ് എല്ലാം ബോഡി കോർപ്പറേറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും, ബട്ട് ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് കമ്പനി. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ കോർപ്പറേറ്റ് സൊസൈറ്റിയെ ഒരിക്കലും ഇതിനകത്ത് പെടുത്തത്തില്ല. രജിസ്റ്റേർഡ് എന്നത് കോർപ്പറേറ്റീവ്സ് ആക്ട്. പിന്നെ ചില സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ആക്ട് അനുസരിച്ച്, കമ്പനീസ് ആക്ട് അനുസരിച്ച് നിലവിൽ വരാത്ത ബോഡി കോർപ്പറേറ്റ്സ് ഉണ്ട്. അതിനെയും ഈ ബോഡി കോർപ്പറേറ്റ് എന്നൊരു തലത്തിലേക്ക് അതിനെ കൺസിഡർ ചെയ്യത്തില്ല. ഈ സെൻട്രൽ ഗവൺമെൻറ് ഇനി അത് സ്പെസിഫൈ ചെയ്താൽ മാത്രം, ഇൻ ദിസ് ബിഹാഫ് മാത്രം അങ്ങനെ വല്ല ഒരു ഇത് വരുത്തുള്ളൂ. ഹൂ ഈസ് എ പ്രൊമോട്ടർ? Okay, now promoter is a person who is
who does all the preliminary work which is needed for the formation of a company. Okay, what is his duty? His duty is to bring a company into existence. So he finds a suitable activity, he finds a suitable place for the company, he finds a suitable location for where it should be applied. He is the person who is considering whether how much the extent it should go. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊമോട്ടറാണ് നിശ്ചയിക്കുന്നത്. കമ്പനിയുടെ വർക്കിംഗ് കേപ്പബിലിറ്റി എത്ര, അല്ലെങ്കിൽ അത് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം. So he is a person who brings the company into existence. In short and convenient way of designating those who set in motion the process of formation of a company. The word promoter is defined in Companies Act as follows. ഏത് രീതിയിലാണ് കമ്പനീസ് ആക്ട് വേർഡ് പ്രൊമോട്ടർ ഡിഫൈൻ ചെയ്യുന്നത്? ഒന്ന്, പ്രോസ്പെക്ടസിനകത്ത് അവരുടെ പേരെഴുതും. ഇന്ന ആളാണ്, ലവിയാണ് പ്രൊമോട്ടർ. ഓക്കെ, ആനുവൽ റിട്ടേണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പേര് ചേർത്ത് ഐഡൻറ്റിഫൈ ചെയ്യും. ലവിയാണ് നമുക്ക് വേണ്ടി എല്ലാം കൂടിയത്, ഇത്ര കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയത് ലവിയാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് കാണിക്കും. നമ്പർ 2, ഹു ഹാസ് കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അഫയേഴ്സിൽ ഒരു കൺട്രോളുണ്ട്. ഒന്ന് ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റ്ലി. ഏത് രീതിയിലാണ്? ഡയറക്റ്റ്ലി ആസ് എ ഡയറക്ടറായിട്ട് എന്നെ അങ്ങ് അപ്പോയിൻറ്റ് ചെയ്ത്, ഞാൻ പ്രൊമോട്ടറാണ്, കമ്പനിക്ക് വേണ്ടി ഓടിയ വ്യക്തിയാണ്, എന്നെ ഒരു ഡയറക്റ്റ്ലി എന്നെ വേണമെങ്കിൽ ഡയറക്ടറായിട്ടങ്ങ് വെച്ചേക്കാം. അപ്പോൾ ഡയറക്റ്റ് കൺട്രോൾ ഓൺ ദി അഫയേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കൺട്രോളാണ്. എങ്ങനെയാണ്? ഞാനൊരു ഷെയർ ഹോൾഡർ, എനിക്ക് കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് തന്ന് എന്നെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഞാനെന്ന പ്രൊമോട്ടർ. അപ്പം ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റ്ലി കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ ബിസിനസ് ഉള്ള ആളായിരിക്കും. ഇതല്ലെങ്കിൽ നമ്പർ 3, എൻ്റെ ഉപദേശം, എൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ എൻ്റെ ഡിറക്ഷൻസ്, എൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 രീതിയിലും പ്രൊമോട്ടറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ വായിക്കാം. പ്രൊമോട്ടർ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ നെയിംഡ് ആസ് സച്ച് ഇൻ ദ പ്രോസ്പെക്ടസ് or is identified by the company in the annual return referred to in section 92. Okay, or who has a control over the affairs of the business directly or indirectly, whether as a shareholder or a director or otherwise, or in accordance with whose advice the directions or instructions of board of directors of a company is accustomed to act. So board of directors എങ്ങനെ ആക്ട് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു മൈ അഡ്വൈസ്, മൈ ഡിറക്ഷൻസ് ഓർ മൈ ഇൻസ്ട്രക്ഷൻസ് the board of directors would be acting upon. Now, provided that nothing in subclause 3 shall apply to a person who is acting merely in a professional capacity. മിയർലി ഇൻ എ പ്രൊഫഷണൽ കപ്പാസിറ്റി ആയിട്ട് ആക്ട് ചെയ്യുവാണെങ്കിൽ എൻ്റെ വാക്കുകൾ കേട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, പക്ഷേ എനിക്കൊരു ഫുൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ സ്റ്റിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് കമ്പനിയുമായിട്ട്, അതിനകത്തൊരു ലീഡ് പൊസിഷനായിട്ട് ഞാൻ എപ്പോഴും നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളിലൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും സംസാരിക്കാം, അത് എടുക്കാം. ലീഗൽ പൊസിഷൻ ഓഫ് എ പ്രൊമോട്ടർ. എന്താണ് പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ? ഇപ്പം പ്രൊമോട്ടർ എന്ന് പറയുന്ന വ്യക്തി, ഒരു ഫാദർ, ഒരു മദർ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, എന്ത് പൊസിഷനാണ് നയിക്കുന്നത്? ആസ് എ ഗാർഡിയൻ എന്ന് നമുക്ക് പറയാം, അല്ലേ? ആസ് എ ട്രസ്റ്റി എന്ന് പറയാം. വാട്ട് ഈസ് എ ഫിഡ്യൂഷ്യറി പൊസിഷൻ? അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറയുന്ന ആളാണ് ഈ കുഞ്ഞ് എന്ന് പറയുന്ന കമ്പനിയെ പറക്കി എടുത്ത് മുകളിൽ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കുന്നത്. എന്ത് പൊസിഷനാണ് നമുക്ക് പ്രൊമോട്ടറിന് കൊടുക്കാൻ പറ്റുന്നത്? ഫിഡ്യൂഷ്യറി പൊസിഷൻ ദാറ്റ് ഹി ഹോൾഡ്സ് എന്താണ്? നമ്പർ 1, ആസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലിയർലി സ്റ്റേറ്റ് ദ എക്സാക്ട് ലീഗൽ പൊസിഷൻ ഓഫ് എ പ്രൊമോട്ടർ. പക്ഷേ നമ്മൾ ശരിക്കും പറയുന്നത് ഹി ഹോൾഡ്സ് എ പൊസിഷൻ ഓഫ് എ ക്വാസി ട്രസ്റ്റി. അതായത് ഒരിക്കലും ഒരു ഏജൻറ്റ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല പ്രൊമോട്ടറിനെ, ബിക്കോസ് ഈ ആക്ട്സ് ഫോർ ദ പ്രിൻസിപ്പിൾ. അതായത് കമ്പനി എന്ന പ്രിൻസിപ്പിളിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരു ഏജൻറ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ബിയോണ്ട് ഏജൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് അതീതമായ രീതിയിലാണ് പ്രൊമോട്ടർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ട്രസ്റ്റി എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ല, ബിക്കോസ് ഒരു ട്രസ്റ്റി ചെയ്യുന്നതിലും അപ്പുറം ഒരു ട്രസ്റ്റി എന്ന് പറഞ്ഞ് പൂർണ്ണമായും ഒരു ട്രസ്റ്റി എന്ന രീതിയിലല്ല അത് നടത്തുന്നത്, നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. സോ ക്വാസി ട്രസ്റ്റി എന്ന് നമുക്ക് പറയാം. ആ
അതായത് we hold, the promoter holds a money, the property of the company. At the same time he is legally bound to hold, like legally he has the authority to hold the property and the money and the assets, movable and the immovable ആണെങ്കിൽ. but at the same time ethical practices അതിനകത്ത് കൊണ്ടുവന്ന് നടത്തുന്നതുകൊണ്ട് he is considered as a quasi trustee എന്നാണ് പറയുന്നത്. പിടികിട്ടിയല്ലോ. ഇനി അതായത് he is not an agent because there is no principal and he is not, അതായത് കമ്പനി നിലവിൽ വന്നാലേ അവിടെ ഒരു പ്രിൻസിപ്പിൾ വരുന്നുള്ളൂ. സോ ഹി ആക്ട്സ് ആസ് എൻ ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഏജൻറ്റ് എന്ന റിലേഷൻഷിപ്പ് വരണമെങ്കിൽ പ്രിൻസിപ്പിൾ നിലവിൽ വരണ്ടേ. അപ്പോൾ കമ്പനി എന്ന പ്രിൻസിപ്പിൾ അവിടെ നിലവിൽ വന്നിട്ടില്ല. ഹി ഈസ് നോട്ട് എ ട്രസ്റ്റിയും പറയാൻ പറ്റത്തില്ല. ആസ് ദർ ഇസ് നോ സെസ്റ്റ് കീ ട്രസ്റ്റ്. സെസ്റ്റ് കീ ട്രസ്റ്റ് എന്ന് വെച്ചാൽ ബെനിഫിറ്റ് ഓഫ് എ ട്രസ്റ്റ് അതിനകത്തില്ല. ഓക്കെ, പ്ലസ് സ്റ്റേറ്റസ് ഇസ് incapable of precise definition. However, the comment of Lord Linley is cited as authoritative in this regard. He says, although not an agent for the company, not a trustee for it before its formation, the old familiar principles of law of agency and trusteeship has been extended and very properly extended to meet such cases. Okay? It is perfectly well settled that a promoter of a company is accountable to it for all the money, okay, secretly obtained by him from it. Just a relationship of a principal and an agent or a trustee or just key trust really existed between him and the company when the money was obtained. Okay. The position of the promoter is termed as a quasi-trustee. This is because of the fiduciary position he has with the company, and he has with the company he is promoting. A fiduciary position, it signifies a position of a trust as confidence. What is fiduciary position that he holds? He holds a position of trust and കോൺഫിഡൻസ്. ദ ഡ്യൂട്ടീസ് ഓഫ് ലയബിലിറ്റി, ഇനിയും അതനുസരിച്ചാണ്, ഈ ഡെഫിനേഷൻ അനുസരിച്ചാണ് താഴെ പറയുന്ന ഡ്യൂട്ടീസും ലയബിലിറ്റീസും ഓഫ് എ പ്രൊമോട്ടർ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഡ്യൂട്ടീസും ലയബിലിറ്റീസും ഓഫ് എ പ്രൊമോട്ടർ? അതാണ് ഇനിയും താഴെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ഏജൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി എ പ്രിൻസിപ്പിൾ. എൻ്റെ കമ്പനി ഫോം ചെയ്യാതെ എങ്ങനെയാണ് അവിടെ ഒരു പ്രിൻസിപ്പിൾ വരുന്നത്? ഓൺലി ദ പ്രൊമോട്ടർ ഇസ് എ പേഴ്സൺ ഹൂ ഈസ് എക്സിസ്റ്റിംഗ് ബിഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ അവിടെ ഒരു കമ്പനി ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഇല്ല. അപ്പോൾ ഈ കനോട്ട് ബി കോൾഡ് ആസ് എൻ ഏജൻറ്റ്. അറ്റ് ദ സെയിം ടൈം ഒരു ട്രസ്റ്റ് ചെയ്യാനും പറയാൻ പറ്റത്തില്ല, ട്രസ്റ്റ് ഫോം ചെയ്യണം. So he can be regarded as a quasi-trustee because he holds a trust as well as a confidence. അതായത് the trust to hold all the assets of the company at the same time with the confidence, like ethical manners-ൽ അത് എങ്ങനെ സ്വന്തമായിട്ട് സീക്രട്ടറി പ്രോഫിറ്റ് ഉണ്ടാക്കാതെ അത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് he is considered as a quasi-trustee. ഇനി ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ ഇനി താഴെ പറയുന്ന ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസും ഈ ഡെഫിനേഷൻ അനുസരിച്ച് ബാധകമാണ് പ്രൊമോട്ടറിന്. എന്തൊക്കെയാണ്? The promoter stands in a fiduciary position towards a company. The following consequences follow from his fiduciary position. എന്തൊക്കെയാണ്? Number 1, the promoter must not make any secret profit at the expense of the company that it is being formed. In such a secret profit is obtained, company can claim the benefit from the promoter. ഒരിക്കലും ഒരു സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കരുത് പ്രൊമോട്ടർ. ഏത് രീതിയിലാണ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരു പ്രോപ്പർട്ടി മേടിച്ചു, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഒരു പൊട്ട പ്രോപ്പർട്ടി, ഒരു 20,000 സെൻറ്റിന് 20,000 ഉള്ള ഒരു പ്രോപ്പർട്ടി ഞാൻ കമ്പനിക്ക് 80,000 കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ എനിക്ക് എത്ര അവിടെ ലാഭം വന്നു? 60,000 ലാഭം വന്നില്ലേ? അപ്പോൾ ഈ മാതിരി സീക്രട്ട് പ്രോഫിറ്റ് കമ്പനി അറിയിക്കാതെ ഉണ്ടാക്കരുത്. ഞാനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കമ്പനിക്കകത്ത് പറയാം, ഞാൻ 60,000 കൂടുതലിട്ടാണ് മേടിച്ചത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയുമ്പോൾ വേണമെങ്കിൽ എൻ്റെ ഈ നല്ല മനസ്സിന് വേണമെങ്കിൽ എനിക്കത് ഓക്കെ കുഴപ്പമില്ല നീ എടുത്തോ എന്നുള്ള രീതിയിൽ എനിക്കൊരു റെന്യൂമറേഷൻ എന്ന രീതിയിൽ അത് തന്നെന്ന് വരും. അതല്ലാതെ സീക്രട്ട് പ്രോഫിറ്റ്സ് എന്തെങ്കിലും കമ്പനി അറിയാതെ കമ്പനിയെ കളിപ്പിക്കാനോ ഫ്രോഡുലന്റ് മാനറിലോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ if it is known by the company, they would ask for the amount. They can claim the amount. രണ്ടാമത്, the results of all the negotiations entered into by the company.
by the promoters on behalf of the company should be given to the company itself. If the promoter appropriates any such benefits, the company is entitled to claim that. എന്തെങ്കിലും ബെനിഫിറ്റ്സ് ലൈക്ക് അതൊരു വണ്ടിയുടെ വിൽപ്പനയിലാകാം, അല്ലെങ്കിൽ ഒരു മെഷീനറി മേടിക്കുന്നതിലാകാം, ഏത് നെഗോസിയേഷൻ ചെയ്തും നമുക്കതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്ത് നിങ്ങളുടെ മെഷീനറി ഞങ്ങൾ തന്നെ മേടിക്കാം എന്ന് 2-3 പേര് നിൽക്കുമ്പോഴും ഞാൻ തന്നെ മേടിക്കാം എന്നുള്ള ഇതിൽ എൻ്റെ തന്നെ എടുത്താൽ ഞാൻ പ്രൊമോട്ടറിന് വീട്ടിലൊരു ഫ്രിഡ്ജ് കൊണ്ടുവച്ച് തരാം എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുവാണല്ലോ. എന്ത് നെഗോസിയേഷൻസിൻ്റെ റിസൾട്ട്സും കമ്മീഷൻ ഞാൻ അതിനകത്ത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കമ്പനിയോട് പറയുക, പറഞ്ഞില്ലെങ്കിൽ കമ്പനിക്ക് അത് ക്ലെയിം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Now, when the promoters enter into any contract with the company, either directly or indirectly, any interest or profit on the part of the promoter should be fully disclosed to the company. എന്ത് ഇൻട്രസ്റ്റും എന്ത് പ്രോഫിറ്റും എന്ത് അതിനകത്ത് നിന്ന് കിട്ടിയാലും the promoter is bound to disclose it to the company. Now, the promoter should not cause any undue influence or fraud over any contracts with the company. They do not make any unfair use of their position. പൊസിഷൻ അൺഫെയർ ആയിട്ട് യാതൊരു കാര്യങ്ങളും പ്രൊമോട്ടർ ചെയ്തു കൂട്ടരുത്. ഓക്കെ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒന്നും പാടില്ല. When there is an issue on prospectus, promoters are vested with few more duties. Okay, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രൊമോട്ടേഴ്സ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്പർ 1, എന്തിനാണ് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്? പബ്ലിക്കിൽ നിന്നും ഷെയർസ് മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ പ്രോസ്പെക്ടസിനകത്ത് എന്താ എഴുതുന്നത്? എൻ്റെ കമ്പനി അതാണ്, എൻ്റെ കമ്പനി ഇതാണ്, കമ്പനിയെക്കുറിച്ച് അങ്ങ് പുകഴ്ത്തി എഴുതും. ഓക്കെ, മൈ കമ്പനി ഈസ് ദാറ്റ് ആൻഡ് ദിസ് ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡൂയിങ് ദാറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് റിയലി great to invest into your company, put your all your investment in my company എന്നുള്ള രീതിയിൽ കമ്പനിയെ അങ്ങ് പുകഴ്ത്തി എഴുതിയാലല്ലേ വല്ലവരും, ഞാനിപ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നത്തുള്ളൂ എൻ്റെ രൂപ ഇതിനകത്തിട്ടാൽ സേഫായിരിക്കും, ഒന്നും പറ്റത്തില്ല, ഇതിനകത്ത് കൊണ്ടിടാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നിൽ തന്നെ ബിൽറ്റ് ചെയ്യുന്ന ഒരു വസ്തുതയാണ് പ്രോസ്പെക്ടസ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ചേരാൻ ചെല്ലുമ്പോൾ സ്കൂളിൽ പ്രോസ്പെക്ടസും ബ്രൗഷറും എടുത്ത് കാണിക്കും അല്ലേ? ആ ബ്രൗഷർ കാണുമ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടോ? ഓക്കെ, അങ്ങനത്തെ സ്കൂൾസ് ഉണ്ട്, ഹോഴ്സ് റൈഡിങ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് വി തിങ്ക് ദാറ്റ് ഇറ്റ്സ് എക്സലൻറ്റ് സ്കൂൾ, ഇവിടെയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവമായിട്ട് പുറത്തിറങ്ങും എന്നൊക്കെ വിചാരിക്കും. ബട്ട് ആക്ച്വലി അവിടെ ഹോഴ്സ് പോയിട്ടൊരു കഴുത പോലും കാണത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ എന്താ പറയുന്നത്, പ്രോസ്പെക്ടസിൽ ഒരിക്കലും അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് പാടില്ല. ബിക്കോസ് ഇറ്റ് ഇസ് മിസ്ഗൈഡിങ് ദ പബ്ലിക് ആൻഡ് ആസ്കിങ് ഫോർ മോർ മണി, അല്ലെങ്കിൽ ആ രീതിയിലാണ് അവർ ഷെയർസ് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാനോ ശ്രമിക്കുന്നത്. അങ്ങനത്തെ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും പ്രോസ്പെക്ടസിൽ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആരുടെ ഡ്യൂട്ടിയാണ്? പ്രൊമോട്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, promoters must see that the prospectus contain all the particulars which is specified in section 26 of Companies Act. They should ensure that the prospectus does not contain any untrue statement. Untrue statement പാടില്ല എന്നുള്ളത് അവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. Now, remuneration of promoters. Okay, the promoters do not have the right to remuneration against the company unless there is a contract to the effect. However, the articles generally give the directors ഇനി റെന്യൂമറേഷൻ എങ്ങനെയാണ്? പ്രൊമോട്ടേഴ്സിനെ ഏത് രീതിയിൽ നമുക്ക് റെന്യൂമറേറ്റ് ചെയ്യാം? റെന്യൂമറേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്, പ്രൊമോട്ടേഴ്സ് ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു റെന്യൂമറേഷൻ എഗൻസ്റ്റ് എ കമ്പനി. നമുക്ക് റെന്യൂമറേഷൻ മേടിക്കാനായിട്ട് ഒരു ഇത് പ്രൊമോട്ടർക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, കമ്പനി തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പം നിനക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈമടക്ക് കിട്ടില്ല എന്ന് പറയുന്ന പോലെ പ്രൊമോട്ടേഴ്സിന് ഉറപ്പായിട്ടും കമ്പനി കുറച്ച് രൂപ കൊടുക്കും. അപ്പോൾ ഏത് രീതിയിലാണ് അത് കൊടുക്കുന്നത്? പല രീതിയിലാകാം. നമ്പർ 1 അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നമ്പർ 1, ദ പ്രൊമോട്ടേഴ്സിൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട്, വിൽക്കാതെ കിടക്കുകയാണ്, അത് കമ്പനിയുടെ പേരിൽ ഞാൻ കൊടുക്കുന്നു അറ്റ് ഹയർ പ്രൈസ്. കമ്പനി സന്തോഷത്തോടെ എടുക്കുന്നു. എന്തിനാണ് സന്തോഷത്തോടെ എടുക്കുന്നത്? ഞാൻ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം പ്രത്യുപകാരമായിട്ട് അവർക്കത് ഇരിക്കട്ടെ, ഇച്ചിരൂടെ മാർക്കറ്റിൽ നിന്നും കൂടിയ വിലയ്ക്ക് നമുക്കെടുക്കാം, അങ്ങനെ പ്രൊമോട്ടറിനെ സഹായിക്കാം. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു കമ്മീഷൻ, അതായത് ഏതെങ്കിലും ബിസിനസ്സുകൾ പർച്ചേസ് ചെയ്യുകയോ
അല്ലെങ്കിൽ വേറൊരു പോകാറായി ഇരിക്കുന്ന ബിസിനസ്, ഇപ്പോൾ പ്രൊമോട്ടറിൻ്റെ തന്നെ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് കമ്പനിക്ക് ടേക്ക് ഓവർ ചെയ്യാം അറ്റ് എ ഗുഡ് പ്രൈസ്. അങ്ങനെ പ്രൊമോട്ടറിനെ ഹെൽപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കലോ എന്ത് കാര്യത്തിനുണ്ടെങ്കിലും അതിനൊരു കമ്മീഷൻ, ഒരു ഏജൻറ്റിന് ഒരു കമ്മീഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു പ്രൊമോട്ടറിന് ഒരു കമ്മീഷൻ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റിന്യൂമറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ഇരിക്കട്ടെ, ഒരു 2 ലക്ഷം രൂപ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ പ്രൊമോട്ടറിന് ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് ഒരു ലംസം റിന്യൂമറേഷൻ നമുക്ക് കൊടുത്ത് വിടുന്നു. അതല്ലെങ്കിൽ ഫുള്ളി അല്ലെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്, കമ്പനിയുടെ ഷെയർസ് പ്രൊമോട്ടർക്കായിട്ട് കൊടുക്കുന്നു. ഇത് വെച്ചോ, ഓക്കെ, ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ യു എന്ന് പറഞ്ഞ് കമ്പനിയുടെ ഷെയർസ് തന്നെ ഫുള്ളി അല്ലെ പാർട്ട്ലി പെയ്ഡായിട്ടുള്ള ഷെയർസ് കമ്പനി കൊടുക്കുന്നു. നൗ അതല്ലെങ്കിൽ ഹി മേ ബി ഗിവൺ കമ്മീഷൻ, ഏത് ഷെയർസ് വിറ്റ് കഴിഞ്ഞാലും അതിൻ്റെ ഒരു കമ്മീഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ആ കമ്മീഷൻ എന്ന് വെച്ചാൽ ലൈക്ക് ഓരോ ഷെയർസും വിറ്റ് കഴിയുമ്പോൾ ആ ഷെയർസിൻ്റെ കമ്മീഷന് നേരെ പ്രൊമോട്ടറിന് കിട്ടാൻ തക്കയുള്ള രീതിയിലുള്ള സംവിധാനം ചെയ്യാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു അൺഇഷ്യൂഡ്, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന കുറേ ഷെയർസ് ഉണ്ടല്ലോ. ആസ് ഐ ഹാവ് സെഡ്, ദർ ആർ സം ഷെയർസ് വിച്ച് ഇസ് കെപ്റ്റ് ബൈ ദ കമ്പനി ആസ് അൺഇഷ്യൂഡ്. ദോസ് അൺഇഷ്യൂഡ് ഷെയർസ് വെച്ചിട്ട് അത് പിന്നെ വേണമെങ്കിൽ പ്രൊമോട്ടേഴ്സിന് കൊടുക്കാൻ, നിനക്ക് വേണോ നീ എടുത്തോ എന്നും പറഞ്ഞ് അത് പ്രൊമോട്ടറിനായിട്ട് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വെച്ചിട്ട് എന്താ പറയുന്നത്, ഇങ്ങനത്തെ രീതിയിലെല്ലാം പ്രൊമോട്ടേഴ്സിന് റിന്യൂമറേറ്റ് ചെയ്യാനുള്ള പല മെത്തേഡ്സാണ്. ഞാൻ അത് വായിച്ചു തരാം. Promoters do not have the right to remuneration against the company unless there is a contract to that effect. However, the articles may provide, articles generally give the directors a power to pay the preliminary expenses as a part from the company's fund. പ്രിലിമിനറി എക്സ്പെൻസ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ ആർട്ടിക്കിൾസിനകത്ത് പറയാറുണ്ട്, പ്രൊമോട്ടറിന് അത് പേ ചെയ്തേക്ക് എന്നും പറഞ്ഞ്. ഈവൻ ദിസ് cannot be termed as a contract between the company and the promoters. Usually remuneration is paid to the promoters in the following ways. ഇതൊരു കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രൊമോട്ടറിന് കൊടുക്കുന്നത്, പക്ഷേ യൂഷ്വലി പല വിധത്തിലാണ് അത് കൊടുക്കുന്നത്. ആദ്യം the promoters may purchase the business or other property, sell the same to the company at a higher price. പ്രൊമോട്ടർ പോയി പർച്ചേസ് ചെയ്തിട്ട് അതിനെ കൂടിയ വിലയ്ക്ക് കമ്പനിക്ക് കൊടുക്കുന്നു. അതല്ലെങ്കിൽ he may sell his own business to the company at a profit. എൻ്റെ സ്വന്തം കമ്പനി എനിക്ക് നോക്കി നടത്താൻ സാധിക്കുന്നില്ല, അത് ഞാൻ കമ്പനിക്ക് ഒരു ഹയർ പ്രൈസിൽ കമ്പനിക്ക് അങ്ങ് വിൽക്കുന്നു. ഓക്കെ. 2, commission may be paid to the promoter on the purchase price of the business or property acquired by the company through him. അപ്പോൾ കമ്മീഷൻ എങ്ങനെയാണ്, മേ ബി ഏതെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മേടിച്ചതിന് ഒരു ഏജൻറ്റ് ഫീ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കമ്മീഷൻ വേണമെങ്കിൽ പ്രൊമോട്ടർക്ക് കൊടുക്കാം, ആ കമ്മീഷൻ ആസ് എ റിന്യൂമറേഷൻ. ദെൻ he may be given, the company may pay him a certain lump sum amount as remuneration for his services. അതല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ഇരിക്കട്ടെ, ഒരു 3 ലക്ഷം രൂപ അല്ല 5 ലക്ഷം രൂപ എന്നും പറഞ്ഞ് ഒരു ലംസം എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് മേ ബി ഫുള്ളി ഓർ പാർട്ട്ലി പെയ്ഡ് ഷെയർസ്, മേ ബി ഗിവൺ ഫുള്ളി അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ കൺസിഡറേഷൻ ഫോർ ദെയർ സർവീസസ്. ഇതുമല്ലെങ്കിൽ he may be given a commission on the shares which has been sold. ഏതെങ്കിലും ഷെയർസ് സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്മീഷൻ എപ്പോഴും പ്രൊമോട്ടറിന് കൊടുക്കാൻ എന്ന് വേണമെങ്കിൽ നിശ്ചയിക്കാം. ഇതല്ലെങ്കിൽ the promoters may be given the option to subscribe a fixed period within a fixed period for a certain portion of company's unissued shares at par. ഇഷ്യൂഡ് ഷെയർസ് ഉണ്ട്, അതല്ലാതെ അൺഇഷ്യൂഡ് ഷെയർസ് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വരുന്ന 6 മാസം 3 മാസത്തിനകം പ്രൊമോട്ടർ അത് മേടിച്ചോ എന്നും പറഞ്ഞ് വേണമെങ്കിൽ പ്രൊമോട്ടർക്ക് കൊടുക്കാം. അപ്പം ഇതാണ് പല രീതിയിൽ ദ പ്രൊമോട്ടർ ഇസ് ഗെറ്റിംഗ് റെന്യൂമറേറ്റഡ്. ഹി ഹാസ് ടു ഗെറ്റ് റെന്യൂമറേറ്റഡ് ബിക്കോസ് ഇപ്പം നമ്മൾ പറയുന്ന പോലെ വേണമെങ്കിൽ കൊടുക്കാതും ഇരിക്കാം, ഓക്കെ, കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേരൻ്റ് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വലുതായി വന്നിട്ട് കുട്ടി ജോലിയൊക്കെ ആയി അങ്ങ് ഇട്ട് വെച്ചങ്ങ് തരം വിട്ടങ്ങ് പോവാം, വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ മോറൽ വാല്യൂസ് ഫോളോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് ദ പേരൻസ് അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ. ഏതെങ്കിലും രീതിയിൽ ഞാൻ ഒരു ബിൽഡിങ് പണിഞ്ഞിട്ട് അതിൻ്റെ റെൻ്റ് എടുത്തോ എന്ന് പറയുന്ന പോലെ
അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വീട് ഞാൻ നല്ലൊരു വിലയ്ക്ക് പുറത്ത് വിൽക്കണം, ഞാൻ നല്ലൊരു വിലയ്ക്ക് ഞാൻ തന്നെ എടുത്തോളാം എന്നും പറഞ്ഞെടുക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്ത് പ്രൊമോട്ടർക്ക് സന്തോഷം പകരാം. ഇനി അടുത്ത രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. രജിസ്ട്രേഷൻ ഓഫ് കമ്പനിയെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൗ ഇറ്റ് ഗെറ്റ്സ് രജിസ്റ്റേർഡ്. MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കുക. MCA.government.in എടുത്ത് നോക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഏതൊക്കെ രീതിയിലാണ്. വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്ക് എക്സാമിനോ കാര്യങ്ങൾക്കോ ഒന്നും ചോദിക്കത്തൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഏത് രീതിയിലാണ് അതിൻ്റെ ആ രജിസ്ട്രേഷൻ പ്രോസസ്സസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടി ഒത്തിരി ആപ്ലിക്കേഷൻസിൻ്റെ ഓരോ ഫോംസ് ഉണ്ട്. INC 7, INC 1, INC 22 എന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റേർഡ് ഓഫീസ് എവിടെ ഒക്കെ. നെയിമിന് വേണ്ടി INC 1 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം. INC 1 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നമ്മൾ നെയിം കൊടുക്കുക. ഒരു 6 പേരെങ്കിലും കൊടുക്കുക. അതിൽ മാക്സിമം 6 പേര് 6 നെയിംസ് സജസ്റ്റ് ചെയ്യാം. ലവി, ലവീന, ലവിയ എന്നൊക്കെ പറഞ്ഞ് കമ്പനിക്ക് ഒരു 6 പേരെങ്കിലും എനിക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷേ 1, 2 പേരുകൾ കൊടുക്കുക. അതിൽ ഒന്നാമത്തെ പേരില്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി ഒന്നുമല്ല. ഈ ഓപ്ഷൻസ് എല്ലാം 6 കൊടുക്കണമെന്നൊന്നും കമ്പൽസറി. എനിക്ക് ലവി എന്നൊരു പേര് കമ്പനി വരാൻ പറ്റത്തില്ല, എനിക്ക് കമ്പനി വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ ആ രീതിയിലും എനിക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ. അതിന് മുന്നേ നമുക്ക് ചെക്ക് ചെയ്യാം. അവൈലബിലിറ്റി എന്നും പറഞ്ഞൊരു ഓപ്ഷൻസും ഉണ്ട് എന്തായാലും. എന്നാലും നമ്മൾ കൊടുത്തു കഴിയുമ്പം കമ്പനി തന്നെയാണ് ആക്ടിവിറ്റിയിൽ, അങ്ങനെ വേറെ കമ്പനി ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് അലൗ ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സ്, നെയിമിങ്ങിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് നെയിം അപ്രൂവ് ആയി കിട്ടിക്കഴിയുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ആ പേജെല്ലാം ആ നെയിമിലായിരിക്കും ആ പേജ്, ആ ടാബ് ഓപ്പൺ ആവുന്നത്. ഓക്കെ. അതെല്ലാം MCAയുടെ ഇതിൽ ഓൺലൈനിലാണ് ഇപ്പോൾ എല്ലാം കാര്യങ്ങൾ. പണ്ടാണെങ്കിൽ ഇഷ്ടംപോലെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം വേണം. ആൻഡ് ദാറ്റ് വി നീഡ് ടു ഗെറ്റ് പ്രിൻറ്റഡ് ഔട്ട് ആൻഡ് സബ്മിറ്റഡ്. ഇങ്ങനത്തെ കുറേ പ്രോസസ്സ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇറ്റ് ഹാസ് ബിക്കം സോ ഈസി. MCAക്ക് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എല്ലാം അങ്ങ് അപ്ലോഡ് ചെയ്ത് കയറ്റി വിടും. അപ്പം അതിനകത്ത് അല്ലെങ്കിൽ ഓൾറെഡി അതിനകത്തുള്ള ഫോംസിനകത്ത് നമ്മൾ സ്ലൈറ്റ് ചേഞ്ചസ് ഒക്കെ വരുത്തി നമുക്ക് മുന്നോട്ട് പോയാൽ മതി. നമ്മുടെ കമ്പനിയുടെ ആവശ്യങ്ങൾ എവിടെയൊക്കെയാണോ അവിടെ മാത്രം സ്ലൈറ്റ് ചേഞ്ചസ് വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ. നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണോ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ, അൺലിമിറ്റഡ് കമ്പനിയാണോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിക്കാം. 1% കമ്പനിയാണോ, പ്രൈവറ്റ് ആണോ, പബ്ലിക്കാണോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് മെമ്മോറാണ്ടം ദ പേഴ്സൺസ് ബിഹൈൻഡ് ദ കമ്പനി ഷുഡ് ascertain ഫ്രം ദ രജിസ്റ്റർ of state concerned whether the name suggested is approved. Okay. For this purpose, the promoters may give a list of names in order for preference to the register. If the name of the company is identical or too close or resembling the name of the existing company, it may not approve it. ഇപ്പോൾ ടാറ്റ സർവീസസ് എന്ന് പറയുന്നത് ബാറ്റയും അപ്രൂവ് ചെയ്തിട്ടും TUM രണ്ട് വ്യത്യാസമല്ലേ ഉള്ളൂ. ബട്ട് ദേ വിൽ ലുക്ക് ഇൻ ടു ദ ആക്ടിവിറ്റി ദാറ്റ് ബാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ലെതർ മാനുഫാക്ചറിങ് ആൻഡ് ഓൾ ദിസ്. ആൻഡ് ടാറ്റ ഈസ് സംതിങ് ഡിഫറെൻറ്റ് ലൈക്ക് വെഹിക്കിൾസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഡസ് നോട്ട് റിസംബിൾ മച്ച് എന്നുള്ള രീതിയിലായതുകൊണ്ട് അവരത് അപ്രൂവ് ചെയ്യും. ഇനി ഞാൻ പാറ്റ എന്നും പറഞ്ഞ് ഞാനൊരെണ്ണം കൊണ്ടുവന്ന പ്രശ്നമാണ്. ഞാൻ പാറ്റയെ സമ്മതിക്കത്തില്ല. പാറ്റ ഷൂസ്, പാറ്റ കുട, പാറ്റ ബാഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പാറ്റയോ എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാൽ നടക്കുകയില്ല. ദേ ഹാവ് ടു അപ്രൂവ് ഇറ്റ്. ദേ വിൽ സീ വെദർ സച്ച് ആൻ ആക്ടിവിറ്റി. ഇപ്പോൾ ബാറ്റ എന്ന് പറയുന്ന ഷൂ ഉണ്ട്, അതുകൊണ്ട് പാറ്റ അലോ ചെയ്യത്തില്ലെന്ന് അവർക്ക് പറയാം. പക്ഷേ ഞാൻ പാറ്റ എന്ന് പറഞ്ഞ പെൻസിലാണ് ഇറക്കുന്നതെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ, പാറ്റ പെൻസിൽസ്. അപ്പം വേണമെങ്കിൽ അവർക്കത് അപ്രൂവ് ചെയ്ത് തരാം. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ വാട്ട് ആക്ടിവിറ്റി യു ആർ ഗോണ ടു ടേക്ക്, ഹൗ ഇറ്റ് ഈസ് കൺസിഡേർഡ് എന്നൊക്കെ പറയുന്ന പോലെ. ഫോർമേഷൻ ഓഫ് 1% കമ്പനി. 1% കമ്പനി എന്ന് പറയുന്നത് ഒരു പേഴ്സണിന് തന്നെ ഫോം ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ് 1% കമ്പനി. അത് 2013 ആക്ട് വന്നപ്പോഴാണ് 1% കമ്പനി എന്നുള്ള കാര്യം തന്നെ നിലവിൽ വന്നത്. ഓക്കെ. ഈ കാര്യങ്ങളെല്ലാം ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. So bye. Read all those things, then
ഓൾസോ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു റിഗാർഡിങ് ഓൾ ദീസ് ഫോർമേഷൻസ്. അതെല്ലാം നോക്കിയിട്ട് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. എന്തെങ്കിലും ഇൻഫർമേഷൻസോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ.